ദൂതന്മാരിങ്ങനെ പാടി, ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ് ഹെവൻ ആൻഡ് പീസ് ഓൺ എർത്ത് ടു ദോസ് വിത്ത് ഹൂം ഗോഡ് ഇസ് പ്ലീസ്ഡ്. ലൂക്കാ സുവിശേഷം 2:14 അല്ലെ, അന്ന് വായിച്ച്. ലൂക്ക 2:14. ലോകം മൊത്തം സ്തോത്രം, ലോകത്തിന് മൊത്തം സമാധാനം കൊണ്ടുവരാൻ വേണ്ടി, ലോകത്തിന് മൊത്തം പ്രത്യാശയ്ക്ക് വക കൊണ്ടുവരാൻ വേണ്ടി, നമ്മുടെയൊക്കെ പാപത്തിൽ നിന്ന് നമ്മളുടെ പാപമെല്ലാം മോചിച്ച് നമ്മളെ സ്വതന്ത്രരാക്കി. സ്തോത്രം. എത്ര വലിയൊരു പദവിയില നിർത്തിയിരിക്കുന്നത്. എൻ്റെ യേശു ഭൂമിയിൽ വന്നത് കൊണ്ട്. സ്തോത്രം. ലൂക്കാ സുവിശേഷം 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആമേൻ. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ. നിങ്ങളും ഞാനും ഇന്ന് സമാധാനത്തിൽ വസിക്കുന്നെങ്കിൽ യേശു ജനിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. യേശു ജനിക്കുക മാത്രമല്ല, യേശു ജീവിച്ചു, യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു. എന്നാ വലിയൊരു ഭാഗ്യം അല്ലെ. പലയിടത്തും പലയിടങ്ങളിലും ആൾക്കാർ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യത്തില്ല. അവര് പറയും, ഓ ക്രിസ്മസ് അങ്ങനെയൊന്നും സെലിബ്രേറ്റ് ചെയ്യേണ്ട, യേശു ജനിച്ചത് എന്നാന്നറിയില്ല, അല്ലെങ്കിൽ അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾക്ക് നമ്മളുടെ ബർത്ത്ഡേസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടപ്പെട്ടവരുടെ ബർത്ത്ഡേസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. യേശു ജനിച്ചില്ലായിരുന്നെങ്കിൽ യേശു എങ്ങനെ മരിച്ച് അടക്കപ്പെട്ട് നമ്മുടെ പാപങ്ങൾ വഹിച്ച് ഇത് നമ്മൾ സ്വതന്ത്രരായിട്ട് ജീവിക്കും അല്ലേ. സ്തോത്രം. അപ്പം യേശു റിയൽ ആണ്. യേശു ഇന്ന ദിവസം ജനിച്ചു അതൊന്നും ആർക്കും അറിയില്ല. ഒരു കലണ്ടറിൽ ഒരു ഡേറ്റ് ഇട്ടിരിക്കുന്നു. പക്ഷേ യെസ്, ഇറ്റ് ഈസ് ട്രൂ, യേശു ജനിക്കുക തന്നെ ചെയ്തു. യേശു ജനിച്ചത് കൊണ്ട് ഇത് നമ്മൾ ഓരോരുത്തരും ബന്ധസ്ഥരല്ലാതെ സ്വാതന്ത്ര്യമുള്ളവരായി ജീവിക്കുന്നത്. കർത്താവിന് മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി വലിച്ചെറിഞ്ഞു തന്നതാ. സ്തോത്രം. നമുക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ, സ്തോത്രം, കർത്താവ് പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, ആകെ ഉണ്ടായിരുന്ന മകൻ, ഓമനകുമാരൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ചു. സ്തോത്രം. നമ്മൾ ലൂക്കാ സുവിശേഷം, ഹല്ലേലൂയ, അതിന്റെ 1-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോ, സ്തോത്രം, വാക്യം 37 ഇങ്ങനെ കിടക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 37. For nothing is impossible with God. യേശു കർത്താവിന്റെ ജനനം ഇതാണ് കാണിക്കുന്നത്. ലൂക്ക 1:37. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഇന്ന് ക്രിസ്മസ് മെസ്സേജ് എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്താൽ അസാധ്യമായി നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ഒന്നുമില്ല. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും വിളിച്ചു പറയണം, ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. ഒരു കന്യക പുരുഷനെ അറിയാതെ, ഒരു കൊച്ചു പെണ്ണ്, 16-17 വയസ്സുള്ള ഒരു പെൺകൊച്ച് പുരുഷനെ അറിയാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ തേജസ്സിനാൽ ഒരു മകൻ ജനിക്കണമെന്നുണ്ടെങ്കിൽ അത് മെഡിക്കൽ സയൻസും നമ്മളുടെ ബുദ്ധിക്കും അപ്പുറമുള്ള ഒരു കാര്യമാണ്. അതാ കർത്താവിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. എക്സീഡിംഗ്ലി അബണ്ടന്റ് അല്ലെ. മലയാളത്തിൽ ആ വാക്യം പറയാം. എഫെസ്യർ അതിന്റെ സ്തോത്രം, എഫെഷ്യൻസ് 3:20 വാക്യം ഒന്ന് വായിച്ച്. Now all glory to God who is able through his mighty power at work within us to accomplish infinitely more than we might ask or think. Ephesians 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിനും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നവന്. ഹല്ലേലൂയ. ഇതേ ശക്തിയാണ് അമ്മ മറിയത്തിന്റെ മേൽ ആവസിച്ച്, ഹല്ലേലൂയ, യേശു കർത്താവ് ഉദരത്തിൽ വന്ന്, സ്തോത്രം, കന്യക മകനെ പ്രസവിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ച പ്രവചനം, നാളുകളായിട്ട് ഒരു മകൻ ജനിക്കും, മിശിഹ വരും, ദൈവത്തിന്റെ പുത്രൻ ജനിക്കും, അവൻ പാപം എല്ലാം വഹിക്കും. അല്ലെ, എങ്ങനെ സംഭവിക്കും? ഇങ്ങനെ സംഭവിച്ചു അല്ലെ. ദൈവത്തിന്റെ ഓമനകുമാരനായ പുത്രൻ ഒരു മനുഷ്യനും സ്ത്രീയും തമ്മിൽ അറിയാതെ സ്വർഗത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചു. എക്സീഡിംഗ്ലി അബണ്ടന്റ്ലി മോർ, ഹല്ലേലൂയ, ഇൻഫൈനൈറ്റ്ലി മോർ ദൻ വി മൈറ്റ് ആസ്ക് ഓർ തിങ്ക്. ഹല്ലേലൂയ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി. ഹല്ലേലൂയ.
നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഇന്ന് കാണുന്ന വിഷയങ്ങളും കാണുന്ന പ്രതികൂലം എന്ന് പറയുന്ന സാഹചര്യങ്ങളും എല്ലാം താൽക്കാലികമാണ്. പക്ഷെ അതിനപ്പുറം ഒരു വലിയ മഹാ അത്ഭുതമുണ്ട്. ഇന്ന് വിളിച്ചു പറഞ്ഞേ, മഹാ അത്ഭുതം. സ്തോത്രം. ഇന്ന് ജീവിതത്തിനകത്ത് മഹാ അത്ഭുതം സാധ്യമാ. എൻ്റെ യേശു ഉള്ളത് കാരണം, എൻ്റെ യേശു ജനിച്ചു. ഹല്ലേലൂയ. എൻ്റെ യേശു ഇങ്ങനെ അത്ഭുതകരമായി ഭൂമിയിൽ അവതരിച്ചു. അതുകൊണ്ട് എല്ലാം സാധ്യമാ. സ്തോത്രം. ലൂക്കാ സുവിശേഷം 1 നമ്മൾ വായിക്കുമ്പോ സ്തോത്രം, അതിന്റെ 28 തിരുവചനത്തിനകത്ത്, ലൂക്ക് 1:28 ഗാബ്രിയേൽ വന്നിട്ട് മരിയോട് വന്നിട്ട് പറയാണ്, ഗ്രീറ്റിംഗ്സ് ഫേവേർഡ് വുമൻ, ദ ലോർഡ് ഈസ് വിത്ത് യു. സ്തോത്രം. അന്ന് വായിച്ചേ, ലൂക്ക് 1:28. ദൂതനവളുടെ അടുക്കൽ അകത്ത് ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. കൃപ ലഭിച്ചു. ഹാലിയ. കൃപ ലഭിച്ചവർക്ക് വന്ദനം. കർത്താവ് നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ്, കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമായി തീരും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ. അന്ന് മരിയോട് പറഞ്ഞത് തന്നെ ഇന്ന് ഹല്ലേലൂയ, ഇന്ന് പലവരോടും ദൈവം പറയുക, യേശു കർത്താവ് പറയുക, സ്തോത്രം, ദൈവം കൂടെ ഉള്ളത് കൊണ്ട് അസാധ്യം സാധ്യമായി തീരും. സ്തോത്രം. നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. അമ്മ മറിയം ചെന്ന് എലിസബത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ എലിസബത്ത് നിറഞ്ഞിട്ട് വയറ്റിൽ കിടന്ന കുഞ്ഞ് തുള്ളിച്ചാടി, അല്ലേ? ഹല്ലേലൂയ. ഇന്ന് യേശു കർത്താവിന്റെ സ്പർശനം ജീവിതത്തിനകത്ത്, യേശു നമ്മൾ പാടും, യേശു പിറന്നു എന്നൊക്കെ പാടും, അല്ലെ? യേശു പിറന്നു, ഉണ്ണി യേശു പിറന്നു എന്നും കുന്നും ഉണ്ണിയായിട്ട് യേശു ജീവിതത്തിനകത്ത് ഇരിക്കുവല്ല. സ്തോത്രം. യേശു നമ്മുടെ ജീവിതത്തിൽ വന്ന, നമ്മൾ കുഞ്ഞായിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മെച്യൂർഡ് ക്രിസ്ത്യൻസ് ആകുക, ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ള ക്രിസ്തീയ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിന്തുടരുന്നവരായി തീരുക. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അമ്മ മറിയം ചെന്നപ്പം എലിസബത്തിന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞ് തുള്ളിച്ചാടി, ആത്മാവിനാൽ നിറഞ്ഞ്. ഹല്ലേലൂയ. എന്നാ മഹാ അത്ഭുതം. സ്തോത്രം. ആത്മാവിനാൽ നിറഞ്ഞ് തുള്ളിച്ചാടി. എന്നിട്ട് മരിയ പാടുന്ന പാട്ടിനകത്ത് ഒരു വരി ഇട്ടിട്ടുണ്ട്, എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന്റെ ലൂക്ക 1:51, His mighty arm has done tremendous things. അവന്റെ ബലമുള്ള ഭുജം അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തെടുത്തു. എന്ന് വായിച്ചു. അവന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ആമേൻ. അവന്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിച്ചു. സ്തോത്രം. ഹിസ് മൈറ്റി ആം ഹാസ് ഡൺ ട്രിമെൻഡസ് തിങ്സ്. ഇന്ന് ക്രിസ്മസിന്റെ വാർത്തയും അതാണ്. ഹല്ലേലൂയ. അത്ഭുതകരമായ കാര്യങ്ങള് എൻ്റെ ദൈവം പ്രവർത്തിച്ചു. യേശു ഒരു കന്യകയിൽ നിന്ന്, ദൈവകുമാരൻ ഒരു കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് വിശ്വസിക്കാമെങ്കിൽ, അല്ലെ, ഈ വെർജിൻ ബർത്തിനെ ഉൾക്കൊള്ളാമെങ്കിൽ, എന്നാ എന്തും വിശ്വസിക്കാൻ സാധിക്കും. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് ചെയ്യാൻ പറ്റാത്ത ഒറ്റ കാര്യമില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയും അസാധ്യം. ഹല്ലേലൂയ. ലോകക്കാരുടെ ചിന്തയിൽ എടുത്താൽ പറയും, അയ്യോ, ഒരു പെൺകുഞ്ഞ് ഒരു പുരുഷനെ അറിയാതെ എങ്ങനെ ഒരു കുഞ്ഞ് വയറ്റിലുണ്ടാകും? ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. ദൈവം കാണിച്ചു തന്നു, ഇറ്റ് ഈസ് പോസിബിൾ. അല്ലെ? ഇത് വിശ്വസിക്കാൻ സാധിക്കുമോ? ഒരു കന്യകയ്ക്ക് കുഞ്ഞുണ്ടായി. അങ്ങനെയെങ്കിൽ ജീവിതത്തിനകത്ത് ഫേസ് ചെയ്യുന്ന ഏത് വിഷയത്തിനും മറുപടിയുണ്ട്. ഇന്ന് ലോകത്തിന്റെ സകല പ്രശ്നത്തിനും സകല പ്രതികൂലത്തിനും ഒരേ ഒരു മറുപടിയുള്ളൂ, യേശു. ഹല്ലേലൂയ. ഈ ഒരേ ഒരു മറുപടിയായവൻ 2000 വർഷം ഒരു പുൽത്തൊട്ടിൽ ജനിച്ചിട്ട് അവിടെ കിടക്കുവല്ല, കുഞ്ഞായിട്ട് ജനിച്ച് അവിടെ ഇരിക്കുവല്ല. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ദൈവം, ഹല്ലേലൂയ, ഏകജാതനായ പുത്രൻ, പിതാവിന്റെ മടിയിലിരുന്ന് ഏകജാതനായവനെ ലോകത്തിന് നമുക്ക് വേണ്ടി തന്നു. ഇന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? എൻ്റെ ജീവിതത്തിൽ അസാധ്യം എന്ന് ഞാൻ കാണുന്നത് സാധ്യമാണെന്ന്. യേശു ജനിച്ചു എന്ന് വിശ്വസിക്കാമെങ്കിൽ ജീവിതത്തിനകത്ത് അസാധ്യം എന്ന് പറയുന്നത് സാധിക്കും, അത് ഉറപ്പ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. യേശു കർത്താവിന്റെ ജനനം മറ്റുള്ളവരുടെ ഉള്ളില് അതിശയം പരത്തി, അല്ലെ? ഹല്ലേലൂയ. ഈ ലൂക്കാ സുവിശേഷം 2 വരുമ്പോ നമ്മൾ കാണുന്നു, ദൂതന്മാര് സന്തോഷിക്കുന്നു.
ആ ദൂതന്മാര് സന്തോഷിച്ചത് എവിടെ വന്നിട്ട് അവര് സന്തോഷിച്ചത്? അവര് ദൂതന്മാരല്ല, ആട്ടിടയന്മാര് വന്ന് സന്തോഷിച്ച് ആടുകളുടെ അവര് ആ സന്തോഷിക്കുമ്പം അവരുടെ ചുറ്റുവട്ടം ഉണ്ടായിരുന്ന അവര് ആടുകളുടെ കൂടെ വസിച്ചത്. അവര് ആടുകളെ മറന്ന്, ആടിന്റെ നാറ്റവും മറന്ന്, യേശു കർത്താവ് ജനിച്ചത് ഒരു പുൽത്തൊഴുത്തിനകത്ത് നല്ല നാറ്റം ഉണ്ടായിരുന്നായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തുള്ള എത്ര കഴുകി വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി ഇട്ടിരിക്കുന്ന പശുത്തൊഴുത്താണെങ്കിലും ആ തൊഴുത്തിനകത്തുനിന്ന് നാറ്റം വരും, ഉറപ്പാ. നാറ്റം വരാതിരിക്കത്തില്ല. പക്ഷെ അതിനകത്ത് എത്ര മ്ലേച്ഛതയുണ്ടായിട്ടും എത്ര അഴുക്കുണ്ടായിട്ടും അവിടെ സകല നാറ്റം മാറ്റുന്നവൻ, സകല മ്ലേച്ഛത മാറ്റുന്നവൻ, സകല ഇരുട്ടും അന്ധകാരവും മാറ്റുന്നവൻ ജനിച്ചു വീണപ്പോൾ ഹല്ലിയ ആ പറമ്പിൽ നിന്ന് തൻ്റെ ആടുകളെ നോക്കിക്കൊണ്ടിരുന്ന ആ ആട്ടിടയന്മാർക്ക് അവിടെ ഇരിക്കാനും കിടക്കാനും അവർക്ക് പറ്റിയില്ല. അവരോടി വന്ന് സ്വർഗത്തിലെ ദൈവം ചെയ്ത മഹത്വത്തിനെ ഓർത്ത് അവർ സന്തോഷിക്കുക. ദൂതന്മാർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒന്നും അറിയാൻ മേലാത്തവർക്ക് ഹല്ലിയ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുക, ദൈവം നിങ്ങൾക്ക് വലിയ വാർത്ത കൊണ്ടുവന്നിരിക്കുന്നു. അവരോട് ആ വാർത്ത ആദ്യം ദൂതന്മാർ ഇറങ്ങി വന്ന് വിളംബരം ചെയ്യുന്നത് അല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ എന്തുമാത്രം ഫോൺ വിളിച്ചു പറയണം, അല്ലെങ്കിൽ ഇമെയിൽ അയച്ചു പറയണം, വാട്സാപ്പ് മെസ്സേജ് ഇട്ട് പറയണം, ഫേസ്ബുക്കിനകത്ത് വാർത്ത വരും കുഞ്ഞ് ജനിച്ചു എന്ന് അല്ലെ? അല്ലയോ? ദൈവത്തിന്റെ ഓമന കുമാരൻ ജനിച്ചപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്നിട്ട് ആരോടാ ഇത് വിളംബരം ചെയ്ത്? ഒരു വിദ്യാഭ്യാസവും ഒരു കഴിവും ഒന്നുമില്ലാത്തവർക്ക് വിളംബരം ചെയ്തു കൊടുത്തു. സ്തോത്രം. അല്ലെ? അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ജ്ഞാനികളുടെ ജ്ഞാനത്തിനെ ലജ്ജിപ്പിക്കാനായിട്ട് ബോഷമെന്ന് എണ്ണുന്നവർക്ക് ഹല്ലിയ ദൈവവചനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. ഹല്ലിയ. ഒന്നും അറിയാൻ മേലാത്തവർക്ക്, ഒരു പ്രീ കൺസീവ്ഡ് നോഷൻസ് ഇല്ലാത്തവരല്ലേ, വേറെ മുൻതൂക്കങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാത്തവർ, അവരോടാ കർത്താവിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടേ ഇരിക്കുന്നത്. സ്തോത്രം. ഹല്ലിയ. കർത്താവ് യാഥാർത്ഥ്യമാ. യേശു റിയൽ ആണ്. ജീസസ് റിയൽ ആണ്. സ്തോത്രം. ഏതോ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഓടിച്ചെല്ലാനായിട്ടുള്ള ഒരു ആശ്രയം മാത്രമല്ല കർത്താവ്. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ 24 മണിക്കൂറും 365 ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റിയവനാ യേശു കർത്താവ്. ഹല്ലേലൂയ. ഏതൊരു വിഷയത്തിനകത്തും ഈ ആൾക്കാർ, ഈ ആട്ടിടയന്മാര് അവരുടെ ആടുകളെ മറന്ന്, അല്ലെ അവരുടെ സാഹചര്യങ്ങളെയും മറന്ന്, അവരുടെ സകലത്തിനെയും മറന്ന് അവര് ദൂതന്മാരോടൊപ്പം അവര് ഘോഷിച്ചു. സ്തോത്രം. അവര് ചെന്ന് നോക്കിയപ്പോൾ അവര് തിരുവചനം പറയുന്നത്, ലൂക്കാ സുവിശേഷം 2:12 ഇങ്ങനെയാ ദൂതന്മാര് ഈ ഷെപ്പേർഡ്സിനോട് പറഞ്ഞ്, ഈ ആട്ടിടയന്മാരോട് പറഞ്ഞത്, ആൻഡ് യു വിൽ റിക്കഗ്നൈസ് ഹിം ബൈ ദിസ് സൈൻ. അടയാളം. സ്തോത്രം. ഹല്ലിയ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തെടുക്കുന്നവനെ കുറിച്ച് ദൂതന്മാര് പറഞ്ഞു, ഒരു അടയാളമുണ്ട്. എന്താണ്? അവൻ ജനിച്ചു, ദൈവം ജനിച്ചു, ദൈവത്തിന്റെ ഓമനപുത്രൻ ജനിച്ചു എന്നുള്ള അടയാളം ഇതാണ്. അല്ലെ? യു വിൽ ഫൈൻഡ് എ ബേബി റാപ്ഡ് സ്നഗ്ലി ഇൻ സ്ട്രിപ്സ് ഓഫ് ക്ലോത്ത് ലൈങ് ഇൻ എ മേഞ്ചർ എന്ന് വായിച്ച് 12. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അടയാളം. ഹല്ലേലൂയ. അപ്പം യേശു യാഥാർത്ഥ്യമായിട്ട് അവരുടെ മുമ്പിൽ വന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ നടക്കുന്ന ഈ ഭൂമിയിൽ യേശു വന്നു, ദൈവം വന്നു, ദൈവം നമ്മളോടൊപ്പം വസിക്കുന്നവൻ. ഹല്ലേലൂയ. കർത്താവ് റിയൽ ആണ്. ഇന്നും അന്നും എന്നും യേശു റിയൽ ആണ്. സ്തോത്രം. നമ്മൾ യേശുവിനെ മാറ്റി വെക്കും തോറും മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നുപോയി ദൈവം എവിടോ ദൂരെയാ എന്ന് പറഞ്ഞിരിക്കുന്ന, പക്ഷെ നമ്മൾ കർത്താവിനോട് അടുക്കും തോറും കർത്താവ് നമ്മളിലേക്കും അടുത്തുകൊണ്ടേയിരിക്കും, നമ്മളിലേക്ക് ചാഞ്ഞു വരും കർത്താവ്. സ്തോത്രം. ഹല്ലിയ. ഇന്ന് യേശു ജീവിതത്തിന്റെ ഒരു വലിയൊരു ഭാഗമായി തീരട്ടെ. വെറും ഒരു അതിഥിയല്ല. പലവരുടെയും ജീവിതത്തിൽ യേശു ഒരു അതിഥിയാ. ഹീസ് എ ഗസ്റ്റ്. വന്നു പോകുന്ന ഒരു വ്യക്തിയാ. നോ, മേക്ക് ഹിം എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയൊരു ഭാഗമായി തീരട്ടെ. സ്തോത്രം. ഭാഗമായി തീരുന്തോറും ഹല്ലിയ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലിയ. ദൈവം ഭൂമിയിൽ ജനിക്കും എന്ന്
അതും ഒരു കന്യകയിൽ നിന്ന് ജനിക്കും. എത്ര നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ? പക്ഷെ ഇന്ന് അതിനെ വിശ്വസിക്കണം. എപ്പോഴും യേശുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഓർക്കണം, യേശു ഒരു കന്യകയിൽ നിന്ന് ജനിച്ചു വന്നത്. മനുഷ്യനെ അറിയാതെ ഒരു പെൺകുഞ്ഞ്, ഒരു ചെറിയ ഒരു യൗവനക്കാരി, ഒരു വേർജിൻ ആയിരുന്നു. അവള് ഒരു മകനെ പ്രസവിച്ചു വെച്ചു. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ മറഞ്ഞ് ഒരു മകൻ വയറ്റിൽ ജനിച്ചു. പരിശുദ്ധാത്മാവിൽ മറഞ്ഞ് ആ മകനെ പ്രസവിച്ചു. ഹല്ലേലൂയ. 2, യേശു കർത്താവ് ഈ ഭൂമിയിൽ വസിച്ചത്, യേശുവിനെല്ലാം അറിയാം. എൻ്റെ സകല ഭാരങ്ങളും, എൻ്റെ സകല പ്രയാസങ്ങളും, എൻ്റെ സകല പ്രതികൂലങ്ങളും സകലതും അറിയാം. പക്ഷെ അതിനകത്ത് എനിക്കൊരു ജയകരമായ ജീവിതം തരാൻ വേണ്ടിയാ യേശു കർത്താവ് വന്നത്. ഹല്ലേലൂയ. ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നിങ്ങളോടും എന്നോടും ഒപ്പം വസിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ നിങ്ങൾ അനുഭവിക്കുന്ന സകല വിഷയത്തിന്റെ മറുപടിയായ യേശു ജനിച്ചത്. ഹല്ലേലൂയ. എല്ലാ ജീവിതത്തിന്റെ സകല ഭാരത്തിന്റെയും സകല പ്രയാസത്തിന്റെയും സകല വിഷയത്തിന്റെ മറുപടിയാ കർത്താവ്. ഇന്ന് മറുപടിയില്ലാത്ത വിഷയം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഞാൻ പറയട്ടെ, അത് വെറും കള്ളന്റെ വലിയ നുണയാ. അത് പിശാച് ചമഞ്ഞു കെട്ടുന്ന വലിയൊരു നുണയാ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് മറുപടിയില്ല എന്ന് പറഞ്ഞ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് മറുപടിയുണ്ട്. യേശു ജനിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, യേശു ജീവിച്ചത് കൊണ്ട്, യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാത്തിനും ഒരു മറുപടിയുണ്ട്. സ്തോത്രം. നമുക്ക് സന്തോഷിക്കാം, യേശുവിനെ നമുക്ക് ഘോഷിക്കാം. ഹല്ലേലൂയ. യേശു ജനിച്ച നമ്മുടെയൊക്കെ കുടുംബങ്ങളില് ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ ഇന്ന് നമ്മളുടെ കുടുംബങ്ങൾക്കകത്തെ ഏറ്റവും മുഖ്യ അതിഥിയായി യേശുവിനെ നമുക്ക് ഒന്ന് ഘോഷിക്കാം. സ്തോത്രം. ക്രിസ്മസ് ദിനത്തില് എല്ലാരും ഗിഫ്റ്റ് നോക്കിയിരിക്കും അല്ലെ? എല്ലാരും ഗിഫ്റ്റ് പങ്കുവെക്കും. സ്തോത്രം. പക്ഷെ ഏറ്റവും വലിയ അതിഥിക്ക് നമ്മൾ എന്ത് ഗിഫ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്? ഏറ്റവും വലിയ അതിഥിക്ക് ഹല്ലേലൂയ നമ്മളെ അല്ലാതെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എന്നൊന്ന് പറഞ്ഞേ. കർത്താവെ, ഏറ്റവും വലിയ ഗിഫ്റ്റ് ഞാൻ അങ്ങേക്ക് തരാൻ പറ്റുന്ന എന്നെ മാത്രമാ. സ്തോത്രം. മരിയ നിന്ന് കൊടുത്തു. മരിയ പറഞ്ഞു, അടിയനിതാ, അങ്ങയുടെ ഹിതം എന്താന്ന് വെച്ചാൽ നടക്കട്ടെ. ആ 17 വയസ്സായോ 16-17 വയസ്സുള്ള ആ പെൺകൊച്ച്, സ്തോത്രം, എന്തു ധൈര്യമാ! അങ്ങക്ക് ഹിതമുള്ളത് ദൈവം പറഞ്ഞതുപോലെ നടക്കട്ടെ, ദേ അടിയൻ ഇതാ എന്ന് നിന്നു കൊടുക്കാൻ എന്തൊരു ധൈര്യമാ! സ്തോത്രം. ഒന്നും ചിന്തിക്കാതെ ദൈവം പറഞ്ഞതുകൊണ്ട് നിന്നു കൊടുക്കുക. ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെ സമർപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞേ, കർത്താവെ, ഹല്ലേലൂയ, ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എന്നെ തന്നെ ഞാൻ തരുക. സ്തോത്രം. നമ്മളെല്ലാരും ആകാംക്ഷയോടെ ഇരിക്കും ക്രിസ്മസ് ദിനത്തില് ഹല്ലേലൂയ ഗിഫ്റ്റ് കൈമാറാൻ. പക്ഷേ 365 ദിവസവും 24 മണിക്കൂറും എല്ലായ്പ്പോഴും എല്ലായിടത്തും ഹല്ലേലൂയ തന്നെ ഒന്ന് സമർപ്പിച്ച് പറഞ്ഞേ, കർത്താവെ, ഞാൻ എന്നെ തന്നെ തരുന്നു. ഹല്ലേലൂയ. അങ്ങ് എനിക്ക് വേണ്ടി ഭൂമിയിൽ വന്നില്ലേ? എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റില്ലേ? അങ്ങക്ക് ഞാനുണ്ട്. ഹല്ലേലൂയ. ബിക്കോസ് നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. ഒന്ന് സ്വന്തമായി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് ജീവിതത്തിനകത്ത് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്മസ് ദിനത്തില് ക്രിസ്മസ് അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഒരു കന്യകയ്ക്ക് ഒരു മകനെ പ്രസവിച്ച് ദൈവകുമാരനെ പ്രസവിക്കാമെങ്കിൽ ഈ ഭൂമിയിൽ അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയങ്ങളെ നോക്കിയിട്ട് ഇന്ന് പറയണം, അതിനെ വിഷയങ്ങളെ കണ്ണിലോട്ട് നോക്കിയിട്ട്, ആ വിഷയങ്ങളുടെ കണ്ണിനകത്തോട്ട് നോക്കിയിട്ട് പറയണം, എൻ്റെ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. എൻ്റെ യേശുവിനാൽ അസാധ്യമായി ഒന്നുമില്ല. എന്താണെന്നറിയോ? പിശാചിന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാ, മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാ, ഹ്യൂമൻ സയൻസിന് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു മകനെ പ്രസവിച്ചു വെക്കുന്നത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് മെഡിക്കൽ സയൻസ് ഓഫ് കോഴ്സ് IVF-ഉം അതും ഇതും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് വണ്ടർഫുൾ ദാറ്റ് എ വെർജിൻ ക്യാൻ ഗിവ് ബർത്ത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ക്രിസ്മസ് ദിനത്തില് ഹല്ലേലൂയ സ്വർഗത്തിന്റെ സകല നന്മയും സകല അനുഗ്രഹങ്ങളും ഉണ്ടായി വരട്ടെ. ഹല്ലേലൂയ. സകല നന്മയാൽ നിറയപ്പെടട്ടെ. ജീവിതങ്ങൾ മാറ്റി മറിയപ്പെടട്ടെ. ഹല്ലേലൂയ. ഈ വർഷം തീരുവാൻ നിൽക്കുന്ന ഇത്രയും ദിവസങ്ങൾക്കകത്ത് ഹല്ലേലൂയ യേശു ജീവിതത്തിനകത്ത് മഹാ അത്ഭുതങ്ങൾ ചെയ്തെടുക്കുന്നത് കണ്ട് പലവരും വിസ്മയിച്ചു നിൽക്കട്ടെ. ദൈവത്തിനെ ഒതുക്കിക്കളയല്ലേ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന്റെ
മഹത്വത്തിനെ ഒതുക്കിക്കളയല്ലേ, പറയല്ലേ അയ്യോ ഇത് സാധിക്കുവോ. ജീവിതത്തിനകത്ത് ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് പറയല്ലോ അയ്യോ ഇതെങ്ങനെ നേരെയാവും, ഇതിങ്ങനെ സാധിക്കുവോ, എങ്ങനെ പറയല്ലേ. ഹാലിയ, ഡോണ്ട് ലിമിറ്റ് ഗോഡ് ബിക്കോസ് ഹി ഈസ് ലിമിറ്റ്ലെസ്, ഹി ഈസ് അമേസിംഗ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സകല നന്മയാൽ നിറയ്ക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.